ഞാനല്ലാതെ ആര് ഈ ഡയലോഗ് ഭയങ്കര ഫേമസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ നോക്കാൻ നമ്മളല്ലാണ്ട് വേറെ ആരും ഉണ്ടാവുക. അപ്പൊ നമുക്കൊന്നൊരു സെൽഫ് കെയർ നോക്കാം കേട്ടോ. സെൽഫ് കെയർ പാമ്പറിങ് ഒക്കെ. അപ്പൊ ആദ്യം ഒരു മുട്ട എടുക്കുക, അതിന്റെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ആ വെള്ളം മാറ്റി വെച്ചില്ല, അതെടുത്തിട്ട് നമ്മുടെ നിലാസെറപ്സിന്റെ നമ്മുടെ ഫേസ് പാക്ക് ആണ് ഇത്. നമ്മുടെ പിഗ്മെന്റേഷനും ടാനൊക്കെ മാറാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ എഗ് വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ നന്നായി മിക്സ് ചെയ്തു. അടുത്തത് നമ്മൾ ആ ഒരു മഞ്ഞയും കുറച്ച് വെള്ളം കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മൾ നിലാസെറപ്സിന്റെ നമ്മുടെ ഹെയർ പാക്ക് ആണ് ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിലാസെറപ്സിന്റെ ഹെയർ ഗ്രോത്ത് ഹെയർ ഓയിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഒരു ശനിയാഴ്ച ആട്ടോ, അപ്പോൾ ഞാൻ ഫ്രീ ആയിരുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി നമ്മുടെ തലമുടിയിൽ എല്ലാവിടെയും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഹെയർ ഓയിലിന് ആ ഒരു ഗുണങ്ങളും പിന്നെ ഹെയർ ഗ്രോത്തിന്റെ ആ പാക്കിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം എഗ്ഗിന്റെ ആ ഒരു നല്ല കണ്ടീഷണറായി നാച്ചുറൽ കണ്ടീഷണറാണ്. അതിനുശേഷം നിലാസെറപ്സിന്റെ സ്കിൻ കെയർ ഓയിൽ എടുത്തിട്ട് കൈമയും കാലുമയും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ നമുക്ക് ഇങ്ങനെ കാലുമ്മയ്ക്ക് ഉണ്ടല്ലോ, മുട്ട് തുടങ്ങി താഴ്ത്തിക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കുളിക്കുമ്പോൾ എല്ലാവിടെയും തേക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് തേച്ച് കുറച്ച് നേരം വയ്ക്കുക. കാരണം ടാൻ അടിക്കുന്നത് എപ്പോഴും നമ്മുടെ കൈമയും കാലുമൊക്കെ വേഗമാവും. അതുകൊണ്ടാണ് അവിടെ നിന്ന് കുറച്ച് നേരം അധികം നേരം. അതിന് ശേഷം ഫേസിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് തന്നെ ചെറിയ ചെറിയ ഓരോ മസാജ് കൊടുത്തിട്ട് അപ്പം തന്നെ കഴുകാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് നിലാസെറപ്സിന്റെ ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ നമ്മുടെ നിലാസെറപ്സിന്റെ ഫേസ് പാക്ക്, നമ്മൾ എഗ് വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ എടുത്തിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഫേസ് വാഷ് ഇടുന്ന സമയത്ത് എൻ്റെ ഫേസിൽ എവിടെയെങ്കിലും കുട്ടി കുട്ടി രോമങ്ങളുണ്ടെങ്കിൽ അത് റേസർ വെച്ച് കളയും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കളയണില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തു. അപ്പം അത്യാവശ്യം നമുക്കൊരു ബ്രൈറ്റനിങ്, ഇത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിഗ്മെന്റേഷൻ, കരിമംഗല്യം, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് മാർക്കുകളൊക്കെ മാറും. അതിനുശേഷം കുളിച്ച് വന്നിട്ട് നിലാസെറപ്സിന്റെ ടോണർ അടിച്ചതിന് ശേഷം, ഇത് വിറ്റമിൻ സി സീറോ ആണ്, അത് ഞാൻ രാവിലെ എപ്പോഴും വിറ്റമിൻ സി സീറോ അല്ലെങ്കിൽ റിവിറ്റൻ സീറം അതിങ്ങനെ ഒരു സൈക്കിൾ മാതിരി മാറി മാറി അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സിൽ നിലാസെറപ്സിന്റെ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നിലാസെറപ്സിന്റെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. നമുക്ക് നമ്മുടെ സ്കിന്നെ നല്ലോണം പ്ലംപി, അതുപോലെ തന്നെ പിന്നെ നമ്മൾ നിലാസെറപ്സിന്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ് എടുത്തിരിക്കുന്നത്. ഇത് നാച്ചുറൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടും. ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ മോഡേൺ സയൻസും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ ആവും. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടണം, റീഅപ്ലൈ ചെയ്യുകയും വേണം. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു നമ്മുടെ സെൽഫ് കെയർ റുട്ടീനാട്ടോ കണ്ടത്. ഇതിപ്പോൾ വീക്കിലി വൺസ് ചെയ്താലും നല്ലതാട്ടോ. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസിന് വേണ്ടി വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബൈ, ലവ് യു.